വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പലർ ചേർന്നാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് മാത്യുവിനും ടിങ്കിളിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കഴിഞ്ഞ ദിവസം നടന്ന വെഡ്ഡിങ് ആനിവേഴ്സറി, അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഓസ്ട്രേലിയയിൽ അവരുടെ ഫ്യൂച്ചറിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജു ജോസ് എബ്രഹാം, അദ്ദേഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിനും ബിസിനസ്സിനും വൈഫിനും മകൾക്കും കർത്താവെ, അവരുടെ മാതാപിതാക്കൾക്കും കർത്താവെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സിനിയുടെ പിതാവിൻ്റെ ആരോഗ്യത്തിനായി, സർജറിക്ക് ശേഷമുള്ള ആരോഗ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോവയിൽ നിന്നുള്ള സാം വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചേർത്ത് അനുഗ്രഹിക്കുന്നു. മക്കളെ അഖിലിനെയും അൽക്കയെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, രമ ജോസഫിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഭവനമുണ്ടാകട്ടെ. മൂത്ത മകൾ LLBക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. MA ഫൈനൽ ഇയർ നന്നായി ചെയ്യുവാൻ കൃപ കൊടുക്കുമാറാകണമേ. സ്റ്റഡീസിനായി, ആരോഗ്യത്തിനായി, ഫ്യൂച്ചറിനായി 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവിക സ്വഭാവത്തിലും ദൈവിക ഭയത്തിൽ വളരുവാനുമായി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസർ ചെയ്ത എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ആഴ്ചയിൽ ബാംഗ്ലൂരിൽ ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശനിയാഴ്ച ചെന്നൈയിൽ നടക്കുന്നു. ഞായറാഴ്ച വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. മാർച്ച് മാസത്തിൽ ബോർഡ് എക്സാമും മറ്റു ഫൈനൽ എക്സാമും എഴുതുവാൻ വേണ്ടി തയ്യാറാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു പ്രെയർ എറണാകുളത്തുള്ള നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുന്നതാണ്. 12 മണി മുതൽ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂറുകൾ വ്യക്തിപരമായി ഞാൻ ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും. മാതാപിതാക്കളോടൊപ്പം കുഞ്ഞുങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വന്നു ചേരാം. ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ് അന്ന് നടക്കാൻ പോകുന്നത്. ഈ മീറ്റിങ്ങുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ബ്രദർ ഡാമിയൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ, ബ്ലെസ്സിംഗ് സെന്റർ, എടപ്പള്ളി, എറണാകുളം. സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സന്ദേശം ആരംഭിക്കുകയാണ്, അപ്പോൾ തന്നെ തുടരുകയാണ്. കുറേയധികം എപ്പിസോഡുകൾക്ക് മുൻപ് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഏതാണ്ട് 14 എപ്പിസോഡുകളിലായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അന്ന് ഞാനൊരു പ്രോമിസ് തന്നിരുന്നു. ഈയിടെ കാണാൻ തുടങ്ങിയവർക്ക് ഒരുപക്ഷെ അതൊന്നും ഓർമ്മ കാണുകയില്ല. നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള എപ്പിസോഡുകൾ blessingtoday.tv എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അന്ന് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശ പരമ്പര നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് തുടരും എന്നുള്ളൊരു പ്രോമിസാണ് ഞാൻ നൽകിയിരുന്നത്. കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും ചില എപ്പിസോഡുകൾ വിശ്വാസത്തെക്കുറിച്ചുള്ളത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ലിവിങ് ബൈ ഫെയ്ത്ത്, അല്ലെങ്കിൽ ഫെയ്ത്ത് ലൈഫ്, വിശ്വാസത്തിൻ്റെ ജീവിതം. അതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവം ഉണ്ട് എന്നുള്ളത് വിശ്വാസത്താലാണ് നാം അറിയുന്നത്. മാത്രമല്ല, വിശ്വസിച്ച് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തോട് സംസാരിക്കാനും ഒത്തിരി കാര്യങ്ങൾ ദൈവത്താൽ സാധിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. വിശ്വാസത്താലുള്ള ജീവിതത്തിൻ്റെ നല്ലൊരു പിക്ചർ നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ആദ്യം തന്നെ ദൈവം അബ്രാം, പിന്നീട് അബ്രഹാം ആയിത്തീർന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ നിൻ്റെ പിതൃഭവനത്തെ, നിൻ്റെ പിതാവിൻ്റെ ഭവനത്തെയും നിൻ്റെ ബന്ധുമിത്രാദികളെയും സകലരെയും വിട്ടിട്ട്
ഞാൻ നിനക്ക് കാണിക്കുവാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് തനിക്ക് ലഭിച്ചു. അബ്രഹാം ചെയ്തത് കേട്ട ഉടൻ തന്നെ താൻ വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു. പക്ഷേ യാത്ര പുറപ്പെടുന്ന സമയത്തും എവിടെ ചെന്ന് എത്തിച്ചേരും എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് റൂട്ടിൽ സഞ്ചരിക്കണമെന്നുള്ളതോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഒരു അൺചാർട്ടേഡ് സീയിലേക്ക് ഒരു കപ്പൽ പോകുന്നത് പോലെ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു ദേശത്തുകൂടെ സഞ്ചരിച്ച് ദൈവം കാണിച്ചു കൊടുക്കാൻ പോകുന്ന ആ ദേശത്ത് എത്തിച്ചേരണം. ആദ്യമേ തന്നെ ഇന്നൊക്കെയാണെങ്കിൽ GPS ഉണ്ട്, ഗൂഗിൾ മാപ്പിൽ കയറിയാൽ നമുക്ക് കിടപ്പൊക്കെ മനസ്സിലാകും. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു പുരാതന കാലത്ത് അബ്രഹാമിന് ഈ വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് കിട്ടിയപ്പോൾ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. മറ്റുള്ളവരൊന്നും ഈ ദൈവശബ്ദം കേട്ട് കാണില്ല, അതുകൊണ്ട് അവർക്കൊന്നും അത് മനസ്സിലാകുകയുമില്ല. എന്നാൽ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് റൂട്ട് മാപ്പ് ഇല്ല, ലൊക്കേഷൻസ് അറിയില്ല. അതുപോലെ യാതൊന്നും ഒരു കോമ്പസോ യാതൊന്നുമില്ലാതെ താൻ പുറപ്പെടുമ്പോൾ തന്നെ വഴി കാട്ടുന്നത് അകത്തുള്ള ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഇതുപോലെ പലപ്പോഴും നമ്മൾ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതെങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ള യഥാർത്ഥമായൊരു പിക്ചർ നമുക്കുണ്ടാകണമെന്നില്ല. പോകുന്ന വഴിയിൽ റൂട്ട് കൃത്യമായി പറഞ്ഞു തരാൻ ഗൈഡ്സ് ഇല്ല. ഇതൊന്നുമില്ലെങ്കിലും ഒരു യാത്ര പുറപ്പെടുമ്പോൾ അതിൻ്റെ പേരാണ് വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസത്താലുള്ള ജീവിതത്തിന് വലിയ വലിയ അനുഗ്രഹങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയും. ഒരു വാക്യം ഈ സമയത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം മക്കൾ എങ്കിൽ അവകാശികളും ആണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും തന്നെ. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നാം ദൈവത്തിൻ്റെ വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മൾ അവൻ്റെ അവകാശികളുമായി തീരുന്നു. ദിസ് കംസ് ഓട്ടോമാറ്റിക്കലി, വളരെ സ്വാഭാവികമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കാര്യമാണ്. ഒരാളുടെ മകനാണെങ്കിൽ മകളാണെങ്കിൽ തീർച്ചയായും അയാൾക്കുള്ള സകലത്തിലും നമ്മൾ അവകാശികളാണ്. ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ സകലത്തിലും നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശം മാത്രമല്ല, ക്രിസ്തുവിൽ നാം കൂട്ടവകാശികളുമാണ്. വി ആർ co-heirs with Christ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ക്രിസ്തു യേശു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. യേശുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ യേശുവിനെ പോലെ തന്നെ നാമും ദൈവത്തിൻ്റെ അതേ പിതാവിൻ്റെ മകനോ മകളോ ആയിത്തീരുന്നു. സോ യേശുവാണ് ആദ്യത്തെ പുത്രൻ എന്നിരിക്കട്ടെ, താൻ ഏകജാതനായ പുത്രനാണ്. എന്നാൽ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. അങ്ങനെ ദൈവത്തിന് ഇന്ന് ഏകജാതനായ പുത്രൻ മാത്രമല്ല, പുത്രനിൽ വിശ്വസിച്ച് ജാതരായി തീർന്ന മറ്റുള്ള അനേകം മക്കളുണ്ട്. യേശു അങ്ങനെ വരുമ്പോൾ യേശു മൂത്ത പുത്രനായി മാറുന്നു. ജീസസ് ബിക്കംസ് അവർ എൽഡർ ബ്രദർ. നാമോ പിതാവിൻ്റെ ഇളയ മക്കളായി മാറുന്നു. യേശുവിൻ്റെ അനുജന്മാരും യേശുവിൻ്റെ അനുജത്തിമാരുമായി നമ്മൾ മാറുന്നു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മൂത്തപുത്രൻ യേശുവും അതിൻ്റെ താഴെയുള്ള ഇളയ മക്കളായി നമ്മൾ മാറുന്നു. ഒരപ്പന് പല മക്കളുണ്ടെങ്കിൽ മക്കളെല്ലാം ചേർന്ന് അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം പങ്കിടും. അതുപോലെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പിതാവിനുള്ള സകലത്തിലും നമുക്കൊരു കൂട്ടവകാശമുണ്ട്. ഇതൊരു വലിയ രഹസ്യമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. എന്നാൽ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, പാട്ട് പാടുകയും ആരാധിക്കുകയും കൊയറിൽ പാടുകയൊക്കെയും ചെയ്യുന്ന ഒത്തിരി പേർക്കും അറിയാത്ത, അവർ വ്യക്തമായി ഗ്രഹിച്ചിട്ടില്ലാത്ത
ഒരു കാര്യമാണ് ഈ അവകാശം യഥാർത്ഥമായി പ്രാപിച്ച് അനുഭവിക്കുവാൻ. കെയർലെസ്സായി അതൊന്നും ചിന്തിക്കാതെ ചുമ്മാ അങ്ങ് ജീവിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ലാതെ വളരെ 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 ഇതിനെ വിശ്വസിച്ച് പ്രാപിച്ച് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഇന്ന് വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള ഈ സന്ദേശ പരമ്പര കേൾക്കുമ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ പല മേഖലകളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇതുപോലൊരു വിശ്വാസം നമ്മുടെ അകത്തേക്ക് വന്നു ചേരട്ടെ. ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ അരിഷ്ടാവസ്ഥയിൽ ജീവിക്കേണ്ട ആവശ്യം ഇല്ല. ഇന്നത്തെ അരിഷ്ടതകൾ മാറും, ഇന്നത്തെ കഠിനതകൾ മാറും. ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റും. ദൈവത്തെ പോലെ ഞാൻ ആയിത്തീരും. എൻ്റെ പിതാവിനെ പോലെ ഞാൻ രൂപാന്തരപ്പെടും. അങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസം നമ്മുടെ അകത്തേക്ക് വരാമെങ്കിൽ തീർച്ചയായും അവസ്ഥകൾക്ക് വ്യത്യാസം വരും. വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു അറിവ് ഉണ്ടായിരിക്കണം. എൻ്റെ സ്വർഗത്തിലെ പിതാവിനുള്ള സകലത്തിലും എനിക്ക് ഒരവകാശമുണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ. റോമാലേഖനത്തിൽ തന്നെ 8-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബൈബിളിൽ തുറന്ന് ഇപ്പോൾ തന്നെ നോക്കുക. സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അഥവാ പിതാവായ ദൈവം പുത്രനോടൊപ്പം സകലവും കൃപയാൽ നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്ന സ്വർഗത്തിലെ പിതാവ് ആ യേശുവിനോടൊപ്പം, തൻ്റെ പുത്രനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇതാണ് ചോദ്യമായി നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം നമുക്കറിയാം, തീർച്ചയായും നൽകും. സ്വന്തം പുത്രനെ നൽകാൻ ദൈവത്തിന് തിരുവിഷ്ടമുണ്ടായെങ്കിൽ, കൃപ തോന്നിയെങ്കിൽ തീർച്ചയായും നമുക്ക് അവനോടൊപ്പം സകലവും തന്നിരിക്കും. അടുത്തൊരു വാക്യം ഞാൻ വായിക്കുന്നത് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത്, ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന് നാം ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ദൈവം സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കാൻ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, തൻ്റെ ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവം നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്നത് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് പ്രാപിക്കാൻ സാധിക്കൂ. അങ്ങനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കൂ. സോ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസം ഒരു അനുഭവമായി മാറാൻ, ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ, സബ്സ്റ്റാൻഡേർഡ് ലൈഫിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്ക് വരുവാൻ, ആത്മീയമായും ഭൗതികമായും എല്ലാ മേഖലകളിലും വരുവാൻ, ദൈവം മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ അവൻ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്കുള്ള വീണ്ടെടുപ്പിലേക്ക് വരുവാൻ വിശ്വാസത്താൽ ഒരു ജീവിതം നമുക്ക് മുന്നിലേക്ക് നയിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ച ഈ വചനങ്ങൾ പല ആവർത്തി ഇന്ന് തന്നെ നിങ്ങൾ വായിക്കണം. വീണ്ടും വീണ്ടും അത് ധ്യാനിക്കണം. നിങ്ങളിന്ന് ഇപ്പോൾ ജോലിക്കോ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകാൻ വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഈ 3 വചനങ്ങൾ, ഞാൻ വായിച്ച് കേൾപ്പിച്ച വചനങ്ങൾ എഴുതിക്കൊണ്ട് പോവുക. ഇന്നത്തെ ദിവസം മുഴുവനും അത് ധ്യാനിക്കുക. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുന്ന ഒരനുഭവത്തിലേക്ക് പോകുവാൻ കർത്താവ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകുന്നത് ഷെർലി എന്നൊരു സഹോദരിയുടെ വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്. ശരീരം വല്ലാതെ വണ്ണം വെച്ചുകൊണ്ടിരുന്ന ആ സഹോദരി ഓരോ പ്രാവശ്യവും ഡോക്ടർ പറയും 4 കിലോഗ്രാം കൂടിയിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റി തയ്പ്പിച്ചു.
എന്നാൽ ഇതുപോലൊരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. പക്ഷേ ദൈവം ചെയ്തൊരു വലിയ കാര്യം, ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സഹോദരി വരുന്നത്. സഹോദരിയുടെ പേര് ഷേളി എന്നാണ്. കഴിഞ്ഞ ജൂൺ 13 നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ അങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നു, വല്ലാതെ വണ്ണം വെച്ച് വരുന്ന ഒരു സ്ത്രീയെ, ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. തനിക്കിത് വല്ലാത്ത ഭാരമായിരുന്നു. ഓരോ ദിവസവും കഴിയുന്നതോറും താൻ വണ്ണം വെച്ച് വരുന്നു. ജോലി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ താൻ അത് വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു. പക്ഷെ കർത്താവ് ആ നിമിഷം മുതൽ പിറ്റേ ദിവസം താൻ അറിയാതെ തന്നെ തനിക്ക് അത് വ്യത്യാസം അറിയാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഇതുവരെ അതിനു മുമ്പൊക്കെ ബ്ലൗസ് ഇങ്ങനെ മാറി തയ്പ്പിക്കുമായിരുന്നു. പക്ഷെ അതല്ല, അതിനുശേഷം മെലിയാൻ തുടങ്ങി. ഇപ്പോൾ വലിയ ആശ്വാസവും വലിയ വിടുതലും. ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തായിരുന്നോ? അന്ന് മുതല് എനിക്ക് എന്റെ വെയിറ്റ് കുറഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്ത്, ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും ഡോക്ടർ പറയും 3-4 kg കൂടിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ വണ്ണം കൊള്ളത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വിചാരിച്ചു. അപ്പോൾ പാസ്റ്ററിന്റെ മെസ്സേജ് ജൂൺ 13, 2011. അപ്പോൾ പാസ്റ്റർ ഒരു സഹോദരി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഇങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട്, ഇപ്പൊ ദൈവം സുഖമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനി വണ്ണം വയ്ക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഞാൻ ചെന്നിട്ട് എന്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഐ വാസ് 69. then it was about 62. 69 എന്നത് 62ലേക്ക് വന്നു. അപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവർക്കൊരു സന്തോഷ വാർത്ത, ബ്ലെസ്സിംഗ് ടുഡേ കണ്ടാൽ മതി. വലിയ ഡയറ്റിങ്ങിനൊന്നും പോകണ്ട, ജിംനേഷ്യത്തിലും ഫിറ്റ്നസ് ക്ലബിലും പോകണ്ട, നന്നായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടാൽ മതി, വണ്ണമൊക്കെ കുറഞ്ഞോളൂ. എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പെട്ടെന്ന് പോയി അങ്ങ് കിടന്ന് ഉറങ്ങി പോകും, ക്ഷീണം വന്ന് കിടന്നു പോകും, ചെയ്യാൻ പറ്റില്ല, വീട്ടിലെ വേല പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അന്നത്തെ ദിവസം കാലത്ത് 7:30 മണി മുതൽ 4:30 മണി വരെ ഞാൻ വെള്ളത്തിൽ തന്നെ എല്ലാം ജോലി എടുത്തു. അലക്കാനുള്ളതും കഴുകാനുള്ളതൊക്കെ എല്ലാം ചെയ്ത് തീർത്തു പാസ്റ്റർ. ഒരു വേദനയില്ലായിരുന്നു, ഒരു ക്ഷീണമില്ലായിരുന്നു. ഇത് കഴിഞ്ഞ ജൂണിൽ നടന്ന, ജൂലൈയിലോ? ജൂൺ മാസത്തിൽ നടന്ന എന്ന് പറഞ്ഞാൽ 6-7 മാസമായി. അന്ന് നടന്നൊരു അത്ഭുതമാണ്. കൈകൾ ഒരിക്കൽ കൂടി അടിച്ച് ദൈവത്തെ സ്തുതിക്കും. കർത്താവെ, ആന്റിയെ അനുഗ്രഹിക്കുന്നു. സാക്ഷ്യം അനേകരെ ബലപ്പെടുത്തട്ടെ, ഇവളുടെ ജീവിതം അനേകരെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇതുപോലുള്ള അവസരങ്ങളിൽ നാമും നമ്മുടെ ജീവിതം രോഗത്താലോ പ്രത്യേക വിഷമസന്ധികളിലൊക്കെ നിൽക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മുടെ മേൽ പ്രസാദിക്കുകയും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായി കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യും. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ 4 പേരോടും അവരുടെ കുടുംബങ്ങളോടും പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരോടൊപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ സമയത്ത് കർത്താവെ ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോ വ്യക്തികളുടെയും മേൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഈ സമയത്ത് മനുഷ്യ ശരീരത്തിലെ വിവിധങ്ങളായ രോഗങ്ങൾ ഇപ്പോൾ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വളരെ വ്യക്തമായി കർത്താവെ, പലരുടെയും രോഗങ്ങൾ അങ്ങ് പറിച്ച് എടുത്തു കളയണമേ. യേശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും അങ്ങ് കർത്താവെ ചുമന്ന് അങ്ങയുടെ ശരീരത്തിൽ വഹിച്ച് പേറി അങ്ങ് ഒഴിച്ചു കളഞ്ഞല്ലോ. അതിന് പ്രകാരം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. സൗഖ്യമാകട്ടെ. ആദ്യമേ ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാര്യം, ഇടുപ്പിലിന് ഹിപ്പ് ജോയിൻറ്റിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ആ ഹിപ്പ് ജോയിൻറ്റിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരല്പം ഏന്തിയാണ് നടക്കുന്നത്. ശരീരത്തിൽ ആ ഭാരം എടുക്കാൻ കഴിയാതെ ഇടുപ്പിലിൻ്റെ അവിടുത്തെ പ്രശ്നം മൂലം അങ്ങനെ വലിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. അതുപോലെ തന്നെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലുള്ള ജോയിൻറ്റുകളിൽ പ്രശ്നമുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഒരു കാത് അടഞ്ഞിരിക്കുന്നൊരു വ്യക്തി വർക്ക് ചെയ്തിരുന്നതാണ്, എന്നാൽ ഈ സമയത്ത് അങ്ങ് അടഞ്ഞുപോയി. യേശുവിൻ നാമത്തിൽ ആ കാത് തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് തുറക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് തുറന്നു വരട്ടെ. നട്ടലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടല്, കണ്ണികൾ, ഡിസ്കുകൾ അകന്നിരിക്കുന്നത്, അടുത്തിരിക്കുന്ന അതിനിടയിൽ നെർവ്സ് ജാമായതിങ്ങനെ പോർട്രൂഡ് ചെയ്തിരിക്കുന്നത്, പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്, നിരതെറ്റിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ വിവിധ അവസ്ഥകളിലുള്ളത് ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം നടക്കട്ടെ. വയറിനകത്തുള്ള അവയവങ്ങളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ഗോൾ ബ്ലാഡർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ അതിനകത്ത് സ്റ്റോൺസ്, കല്ലുകളാവാം, പഴുപ്പാകാം, വടവർ. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. കിഡ്നി സ്റ്റോണുകൾ സൗഖ്യമാകട്ടെ. ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ലെവലിലേക്ക് വരട്ടെ. പ്രഷർ നോർമൽ ലെവലിലേക്ക് വരട്ടെ. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് വീടിനോടനുബന്ധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരുപക്ഷെ വീട് പണി പൂർത്തിയാകാനുള്ളതായിരിക്കും, വീട് വിൽപ്പനയ്ക്കുള്ളതാകാം, വാങ്ങാനുള്ളതാകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ വീടിനോടനുബന്ധിച്ചുള്ള പ്രയാസങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വ്യക്തമായി യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഭയങ്കരമായ വലിയൊരു വിശ്വാസകത്തുള്ള ചിലരെ കർത്താവ് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ വിടുതലുകൾ നടക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിവിധ നിലകളിലുള്ളവർ, പ്രയാസങ്ങൾ അനുഭവിക്കുക, സാമ്പത്തിക വിടുതൽ ആവശ്യമുള്ളവർ എല്ലാവരുടെ മേൽ കർത്താവേ നിൻ്റെ അത്ഭുതം നടക്കട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മാർച്ച് മാസം 1 മുതൽ 31 വരെയുള്ള ആ ഒരു മാസം മുഴുവൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മോഡൽ എക്സാം നടക്കുകയായിരിക്കാം, സ്റ്റഡി ലീവ് ആയിരിക്കാം. എന്നാൽ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രെയർ ഉണ്ടായിരിക്കും. അന്ന് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതത് ദിവസം ആ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണുകയും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വലിയൊരു റിസൾട്ട് ദൈവം ഈ വർഷം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ സന്ദേശം നാളെ ഞാൻ തുടരുന്നതായിരിക്കും. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. തുടർന്നുള്ള പ്രോഗ്രാമുകൾ കണ്ടാലും ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സുവിശേഷം എഴുതിയ വൈദ്യനായ വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: എ ലൂക്കോസ്, ബി തീത്തോസ്, സി തിയോഫിലോസ്, ഡി സുല്ലാനോസ്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവർക്ക് OM ബോക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.
നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, പരീക്ഷയുടെ ടൈം ടേബിൾ എന്നിവ ഫോട്ടോ സഹിതം അയയ്ക്കുക. സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ അയക്കുന്നവർക്ക് വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം എന്ന പ്രാർത്ഥന സൗജന്യമായി അയച്ചു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-422-111. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.